രാമായണ മാസാചരണ സമാപന ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കഥകളി അരങ്ങേറും. വൈക്കം കലാശക്തി സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ കഥകളി പുറപ്പാട് അരങ്ങേറ്റവും ഇതോടൊപ്പം നടക്കും. ഒരു മാസക്കാലമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടക മാസ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചാണ് കഥകളി അരങ്ങേറുന്നത്. ഓഗസ്റ്റ് 16 ശനിയാഴ്ച വൈകിട്ട് 6-നാണ് ശ്രീരാമ പട്ടാഭിഷേകം കഥകളി അവതരിപ്പിക്കുന്നത്. വൈക്കം കലാശക്തി ഡയറക്ടർ പള്ളിപ്പുറം സുനിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കഥകളി പരിശീലനത്തിനുള്ള 4 വിദ്യാർത്ഥികൾ ഇവിടെ അരങ്ങേറും. ഇതിൽ തമിഴ്നാട് സ്വദേശിയായ കലാശക്തി ദീപികയും അരങ്ങേറ്റം കുറിക്കും. 2 വർഷമായി താൻ തുടർച്ചയായി പരിശീലനം നടത്തുന്നുണ്ടെന്നും കേരളത്തിൽ വന്ന ഇത്തരമൊരു കല പരിശീലിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വൈക്കത്തപ്പന് മുന്നിൽ അരങ്ങേറാൻ കഴിയുന്നതും ഭാഗ്യമാണെന്നും ദീപിക പറഞ്ഞു. When I came to this class, ഇവിടെ ക്ലാസ്സിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ വിട്ടില്ല. It's been from 2022 to 2025. 3 years ആയി. ഇവിടുത്തെ പിള്ളേരും സാറും എസ്പെഷ്യലി അത്ര ഒരു they have the ardent to teach students, and ഞാനിപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ അരങ്ങേറ്റം in next 5-6 days I have my അരങ്ങേറ്റം and I'm so blessed. ഇത്ര വലിയ ആർട്ട് ഫോം കേരളത്തിലുണ്ട് and നമുക്ക് ആദ്യം ബുദ്ധിമുട്ടാവുണ്ടാവും, ബട്ട് the way he teaches and the way it's been adapted, ഞാൻ ഇത്ര കൊണ്ടുപോയിട്ട് എനിക്കിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ എം സോ ബ്ലെസ്ഡ്. ബ്ലെസ്സിങ്സ് ഫ്രം മഹാദേവ, ലോർഡ് മഹാദേവ, ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് ലോർഡ് പുനത്രേഷ ദാറ്റ് ഐ ഹാവ് ബീൻ ഗൈഡഡ് ടു എ വെരി ഗുഡ് ടീച്ചർ. സവിശേഷതകൾ നിറയുന്ന അരങ്ങ് കാഴ്ചയാണ് തിരുവയ്ക്കത്തപ്പന്റെ മുന്നിൽ അരങ്ങേറുന്നതെന്ന് കലാശക്തി ഭാരവാഹികളായ പി സോമൻപിള്ള, പള്ളിപ്പുറം സുനിൽ എന്നിവരും പറയുന്നു. ദീപിക ആദ്യമായിട്ട് പഠിക്കാൻ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പെർഫോം ചെയ്ത് അത് കണ്ടിട്ടാണ് ദീപിക എൻ്റെ അടുത്ത് ചോദിച്ച് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് തുടങ്ങിയത്. ആ കുട്ടി ഇപ്പം ജോലിയും കൂടെ ഉള്ളതാണ്, ജോലിയും പഠനവും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ എന്നാലും പറയുന്നതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടുള്ള താല്പര്യമാണ് അതിനെ ഈ ഒരു അരങ്ങേറ്റത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം കൊണ്ടാണ് ഇപ്പോൾ വേഷം കെട്ടാനായിട്ടുള്ളൊരു പ്രാപ്തിയിലേക്ക് എത്തിച്ചത്. രാമായണത്തിലെ ശ്രീരാമൻ, ഭരതൻ, ശത്രുഘ്നൻ, ലക്ഷ്മണൻ ഇവരോടൊപ്പം അവരുടെ പത്നിമാരായ സീതയും മാണ്ഡവിയും ഊർമിളയും ശ്രുതകീർത്തിയും ചേർന്ന് 8 പേർ അരങ്ങിൽ നിറയുന്ന പുറപ്പാടോടുകൂടിയാണ് കഥകളി ആരംഭിക്കുന്നത്. കലാശക്തി ശരത്ത്, ദീപിക, പവിത്ര, ശ്രീമിത ശ്രീകുമാർ എന്നിവരാണ് അരങ്ങേറുന്നത്.